ഇനി നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സെക്ഷൻ നോക്കാം. ഒരു 8 പ്രോപ്പർട്ടിയാണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയേക്കുന്നത്. ഒന്നാമത്തെ തുടങ്ങി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫസ്റ്റ്, ഇൻ്റഗ്രൽ a to b f of x dx that is equal to a to b f of I dy. അതായത് a to b എന്ന് പറയുന്ന ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആയിട്ട് ഇരുന്നാൽ ഫംഗ്ഷൻ്റെ വേരിയബിൾസിന് മാറ്റം വന്നാലും നമുക്ക് എന്ത് വരുന്നു, സെയിം ആൻസർ തന്നെ കിട്ടും എന്ന്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് a to b f of x dx that is equal to minus of b to a f of x dx. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ചേഞ്ച് ചെയ്താൽ വരുന്നത് റിസൾട്ടിൻ്റെ മുന്നിൽ നെഗറ്റീവ് സൈൻ വരും. അതുപോലെ തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് a to b f of x dx that is equal to a to c f of x dx plus c to b f of x dx എന്ന് എഴുതാം. അതായത് ഒരു ഇൻ്റഗ്രലിനെ ഇപ്പോൾ ഒരു ഇൻ്റഗ്രലിനെ 4 to 6 f of x dx ആണെങ്കിൽ ഈ ഇൻ്റഗ്രലിന് 4 to 5 f of x dx എന്നും പിന്നെ എന്ത് ചെയ്യാം 5 to 6 f of x dx എന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുക ഫോർത്ത് പ്രോപ്പർട്ടിയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. 0 to a f of x dx that is equal to 0 to a f of a minus x. എക്സ് എവിടെയുണ്ടോ അതിന് മുന്നിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അതായത് a മൈനസ് എക്സ് എടുക്കുക. ഇതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി 0 to 2a f of x dx that is equal to 0 to a f of x dx plus 0 to a f of 2a minus x. ഇവിടെ അപ്പർ ലിമിറ്റ് 2a ആണ്, ഇവിടുത്തെ അപ്പർ ലിമിറ്റുകൾ a ആണ്. പക്ഷെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടത് 2a ആണ്, ശ്രദ്ധിക്കുക. ഇനി സിക്സ്ത് പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. 0 to 2a f of x equal to 0. അതേപോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times 0 to f of x dx. നമ്മുടെ അപ്പർ ലിമിറ്റിൻ്റെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 0യും അല്ല, റിസൾട്ട് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം, 2 times അതിൻ്റെ ഹാഫ് 0 to a അപ്പർ ലിമിറ്റിൻ്റെ ഹാഫ് എടുക്കുക, എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് സെവൻത്ത് പ്രോപ്പർട്ടി പറയുന്നത്. ഇൻ്റഗ്രൽ നെഗറ്റീവ് a to a f of x equal to f of x dx equal to 0 if f of x is odd. ഓഡ് ആണെങ്കിൽ 0 വരും. ഇനി ഈവൻ ആണെങ്കിൽ 2 times 0 to a f of x dx. എന്താണ് ഓഡ് ഫംഗ്ഷൻ, എന്താണ് ഈവൻ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷനിൽ എക്സ് എവിടെയുണ്ടോ അവിടെയുള്ള നെഗറ്റീവ് സൈൻ കൊടുക്കുക. എന്നിട്ട് ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്ത് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ് വരുന്നതെങ്കിൽ അത് ഈവൻ ഫംഗ്ഷനും, നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ അത് ഓഡ് ഫംഗ്ഷനുമാണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ വന്നാൽ നമ്മൾ ചെയ്ത് നോക്കണ്ട, ആൻസർ 0 എന്ന് കൊടുക്കാം. ഈവൻ ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ 2 times 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് എട്ടാമത്തെ. a to b f of x dx that is equal to a to b f of a plus b minus x dx. അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. ഇതിനാണ് 8th പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 4th പ്രോപ്പർട്ടി, 6th, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസാണ്. ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 x into 1 minus x whole raised to 9 dx. ഇവിടെ 4th പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 0 to 1 4th പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 1 എക്സിന് മുന്നിൽ കൊടുക്കുക. ഇതാ കൊടുത്തു. ഇനി എവിടെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം മുന്നിൽ 1 കൊടുക്കുക. 1 minus x whole raised to 9 dx. ദിസ് ഈസ് ഈക്വൽ ടു 0 to 1 minus x. ഈ 1 മൈനസ് ഇവിടെ മൈനസ് ഓഫ് മൈനസ് ഇവിടെ വരും, അപ്പോൾ കട്ട് ചെയ്ത് പോവും. ഈ മൈനസ് ഇവിടേക്ക് വരുമ്പോൾ x raised to 9 dx ആകും. ഇനി ദിസ് ഈസ് ഈക്വൽ ടു ഇവനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 to 1 x raised to 9 minus x raised to 10 into dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 10 by 10 മൈനസ് x raised to 11 by 11. നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തു. ഇനി നേരെ തന്നെ 1 അപ്ലൈ ചെയ്യുക. 1 by 10 മൈനസ് 1 by 11.
this is equal to, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11 minus 10 by 10 that is into 11 that is equal to 1 by 110. Show that 0 to pi by 2 log sin theta d theta equal to 0 to pi by 2 log cos theta d theta equal to minus pi by 2 log 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം I equal to 0 to pi by 2 log sin theta d theta എന്ന് എഴുതുന്നു. ഞാൻ അപ്പർ ലിമിറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. I that is equal to 0 to pi by 2 log sin pi by 2 minus theta d theta. Okay, this is equal to 0 to pi by 2 log cos theta d theta. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട ടേമായി. ഇത് ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ, ഇത് പ്രൂവ് ദാറ്റ് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട ടേം വന്നു. ഇനി ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ 2i that is equal to 0 to pi by 2 log sin theta plus log cos theta ഞാൻ കോമൺ ആയിട്ട് ഇതാ d theta. ഓക്കെ, ഇനി ദിസ് ഇസ് ഈക്വൽ ടു 0 to pi by 2 ലോഗ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ്. അപ്പോൾ ലോഗ് സൈൻ തീറ്റ കോസ് തീറ്റ ഞാൻ കൊടുത്തു ഡി തീറ്റ. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇവിടെ ഒരു ബൈ 2 ചെയ്യുക, ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ വന്നാൽ 0 to pi by 2 ലോഗ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ് ബൈ 2 ഡി തീറ്റ. അതായത് ലോഗ് എ ബൈ ബി. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതണം. ഞാനിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതാണ് ഐ ഈക്വൽ ടു ലോഗ് എ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to pi by 2 ലോഗ് സൈൻ 2 തീറ്റ മൈനസ് 0 to pi by 2 log 2 d theta. ഇതിനെ പ്രത്യേകം ഒരു I1 എന്ന് പറഞ്ഞ ഇൻ്റഗ്രലായിട്ട് എടുക്കുന്നു. I1 that is equal to 0 to pi by 2 log sin 2 theta. ഇനി ഇവിടെ നിന്ന് ഒരു ചെറിയ കാൽക്കുലേഷൻസ് ഉണ്ട്. അതായത് ഇവിടെ 2 തീറ്റ ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ 2 ഇൻറ്റു ഡി തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു d5 എന്ന് വരും. അതായത് 0 to pi by 2 log sin 5 ഇവിടെ എന്തോന്നു d5 കൊടുക്കുമ്പോൾ ഇവിടെ 1/2 ഔട്ട്സൈഡിൽ വരും. കാരണം ഇവിടെ എന്താ d തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 d5. അപ്പോൾ 0 to pi by 2 എന്ന് പറയുന്ന ഈ ലിമിറ്റും ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണം. കാരണം ഇവിടെ തീറ്റയ്ക്കുള്ള ലിമിറ്റാണ് 0 to pi by 2. അപ്പോൾ ഇവിടെ എന്ത് വരും, തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് കറക്റ്റ് തന്നെയാണ്. ഇനി തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ pi by 2 ആണെങ്കിൽ 5 ഇവിടെ എന്താ പറയുക 2 ഇൻറ്റു pi by 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു പൈ വന്നു. അപ്പോൾ 0 to pi ആണ് ഇവിടെ വരിക. ഇനി ദിസ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ ഈ ഇൻ്റഗ്രലും സെയിം അല്ല, ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ 1/2 വരുന്നുണ്ട്, 0 to pi വരുന്നുണ്ട്. 6th പ്രോപ്പർട്ടി പറയാണ് ഈ പൈ നമ്മൾ ഇതിൻ്റെ കൂടെ സബ്ട്രാക്ട് ചെയ്യാൻ എടുത്താൽ, അതായത് സൈൻ പൈ മൈനസ് 5 വന്നു കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സെയിം സൈൻ 5 തന്നെ വരികയാണെങ്കിൽ നമുക്ക് 1/2 ഇൻറ്റു 2 ടൈംസ് 0 to ഇതിൻ്റെ കണ്ടോ pi by 2 ആക്കുക, ലോഗ് സൈൻ 5 d5 എന്ന് തന്നെ എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്തായി മാറി, ഇതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ 0 to pi by 2 ലോഗ് സൈൻ 5 d5 ആയി. ഇപ്പോൾ ഇത് ഈ I1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലായി, I എന്ന് പറയുന്നതിന് ഈക്വലായി. കാരണം ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് a to b f of x dx that is equal to a to b f of I dy ആണ്. അപ്പോൾ I1 എന്ന് പറയുന്നത് എന്ത് ഈക്വലായി, ഐക്ക് ഈക്വലായി. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് I എന്ന് കൊടുക്കാം. I എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ 2i മൈനസ് I that is equal to മൈനസ് ലോഗ് 2 ഔട്ട്സൈഡിൽ കൊണ്ടുവന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്തു 0 to pi by 2 dx. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് തോന്നുന്നു, I that is equal to
മൈനസ് ലോഗ് 2 എക്സ് ഇൻറ്റു 0 ടു π/2. അപ്പോൾ π/2 ലോഗ് 2 നമ്മുടെ ആൻസർ നോക്കൂ. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് π/2 ലോഗ് 2 ആൻസറായി. ഓക്കെ, ഒരു ഇത്തിരി വലിയ ക്വസ്റ്റനാണ്, പക്ഷേ പല പ്രാവശ്യം ഈ ക്വസ്റ്റൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും എലാബറേറ്റ് ചെയ്ത് എഴുതിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഷോർട്ടായിട്ട് മനസ്സിലാക്കി എഴുതുക. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം, ഫോർത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം, സിക്സ്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 2 to 8 മോഡുലസ് എക്സ് മൈനസ് 5 dx. ഇതിനെ നമുക്ക് എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുന്നു. അങ്ങനെ 5 വച്ച് ഇതിനെ ഞാൻ 2 ഇൻ്റഗ്രലായിട്ട് സെപ്പറേറ്റ് ചെയ്യാണ്. ദിസ് ഇസ് ഈക്വൽ ടു 2 തുടങ്ങി 5 വരെ എക്സ് മൈനസ് 5 പ്ലസ് 5 തുടങ്ങി 8 വരെ എക്സ് മൈനസ് 5 എന്ന് കൊടുത്തു. ഓക്കെ, ഞാനവിടെ രണ്ടും ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് 2-നും 5-നും ഇടയിൽ ഒരു നമ്പർ എടുക്കുക. അപ്പോൾ 3, ആ 3 ആണെങ്കിൽ ഇവിടെ 3 മൈനസ് 5, ദാറ്റ് മീൻസ് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ബ്രാക്കറ്റ് എടുത്തിട്ട് നെഗറ്റീവ് ഇട്ട് dx കൊടുത്തു. ഓക്കെ, ഇനി 5-നും 8-നും ഇടയിൽ ഒരു നമ്പർ നോക്കുക, 6. അപ്പോൾ 6 ഇവിടെ കൊടുത്താൽ ഇവിടെ പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റാണ്, ഇത് പോസിറ്റീവ് തന്നെയാണ് dx. ഇപ്പം ഇതെന്തായി, മോഡുലസ് മാറി കിട്ടി. മോഡുലസിനെ നേരിട്ട് കൊടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ മോഡുലസിനെ എന്ത് ചെയ്യണം, മൈനസ് പ്ലസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യണം. നമുക്കറിയാം മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് ഓർ മൈനസ് എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ അതിൽ എവിടെയാണ് പ്ലസ് എവിടെയാണ് മൈനസ് എന്ന് നോക്കുന്നതാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വിഷമമില്ല, നേരിട്ട് തന്നെ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. -x²/2 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 5x. ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. പ്ലസ് ഇനി എക്സിനെ ചെയ്താൽ x²/2 മൈനസ് 5x. ഇതിന് 5ഉം 8ഉം കൊടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു 5 കൊടുക്കുന്നിടത്ത് -5²/2 പ്ലസ് 5 × 5. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാം, -2²/2 പ്ലസ് 5 × 2. ഇനി ഇവിടെ പ്ലസ് ഇവിടെ നിന്ന് എന്ത് കൊടുത്തു, 8²/2 മൈനസ് 5 × 8 മൈനസ് ഇവിടെ നിന്ന് 5²/2 മൈനസ് 25. അപ്ലൈ ചെയ്തിട്ട് ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ 9 ആണ്. ഓക്കെ,